ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നല്ല നാടൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൊണ്ടൊരു ചക്ക അവിയലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ചക്ക കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ടതായിട്ടില്ല. അപ്പം ഞാനിവിടെ ചക്കക്കുരുവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ ചക്കക്കുരു ഒന്ന് അവിച്ചെടുക്കുകയാണ്. ഒരു കുക്കറിൽ ചക്കക്കുരുവിനൊപ്പം തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 3/4 കപ്പ് തേങ്ങ എടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി കൂടിപ്പോകാതെ നോക്കുക. ഞാനൊരു 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഇത് പൊടിക്കാത്ത കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനോടൊപ്പം ഒരു 3-4 ഇല കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം കാശ്മീരി മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചക്കവിലിന് റെഡിഷ് കളർ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുന്നത് നല്ല ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് കറക്കിയെടുക്കാം. ഇതങ്ങ് പേസ്റ്റായിട്ട് അരയേണ്ട കാര്യമില്ല. ഇപ്പോൾ ചക്കവിയലിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. തേങ്ങയ്ക്കൊന്ന് നല്ല രീതിക്ക് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇതിനെ. ഈ ഒരു പരുവത്തിന് മിക്സിയിൽ ഈ മസാല ഒന്ന് അരച്ചെടുത്താലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ ചക്കക്കുരു വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 ഫിസിൽ വരുന്നവരെയാണ് ചക്കക്കുരു ഞാൻ അവിക്കാനായിട്ട് വെച്ചിരുന്നത്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച് ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിനകത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരല്ലി കറിവേപ്പിലൂടെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല കൂട്ടിലോട്ട് ആഡ് ചെയ്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഞാനിത് നല്ല രീതിക്ക് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മൂടി പൊക്കി കൊടുത്തിട്ട് ചക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല രീതിക്ക് ഇളക്കി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ ചക്ക അവിയൽ റെഡിയാവും. അപ്പോൾ ഞാനൊന്നുകൂടെ ഇളക്കി ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക അവിയലൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അവിയലാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.